Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ബാച്ചിൻ്റെ എക്കണോമിക് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്നുള്ളതാണ്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് എങ്ങനെ പറയാം, ഒരു കൺട്രിയുടെ ടോട്ടൽ വെൽത്ത് ആണല്ലേ, ഒരു രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ടോട്ടൽ ആയിട്ടുള്ള ഒരു വരുമാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം, ഒരു കൺട്രിയുടെ ടോട്ടൽ വെൽത്ത് ആണെന്ന് പറയാം. പക്ഷേ കുറച്ചും കൂടെ എക്കണോമിക്കൽ ടേമിൽ നമുക്ക് എങ്ങനെ പറയാം, എക്കണോമിക്സിൻ്റെ ടേമിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, national income refers to the total value of all goods and services. ശരിക്കും പറഞ്ഞാൽ എന്താണ്, മണി വാല്യൂ ആണ്, പണത്തിന്റെ മൂല്യമാണ് അല്ലേ. മണി വാല്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 വേർഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മണി വാല്യൂ ആണ്, മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേർഡ് എന്താ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ കംപ്ലീറ്റ് ആകാത്ത ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ അവിടെ എടുക്കുന്നില്ല, കംപ്ലീറ്റ് ആയി പൂർത്തിയായത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. എന്താണ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ. എന്താണ്, ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കി അതിൻ്റെ പണമൂല്യമാണ് എപ്പോൾ ഉള്ളത്, ഒരു ഫിനാൻഷ്യൽ ഇയർ. ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫേഴ്സ് ടു ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രീസ് റെസിഡൻസ്. കൺട്രിയുടെ റെസിഡൻസ് ആണ്, ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരാണല്ലോ അതിലേക്കുള്ള വരുമാനം എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫാക്ടർ ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ്, കൺട്രിയുടെ റെസിഡൻസിൽ നിന്നാണ്. അതിപ്പോൾ എവിടെ ആയിക്കോട്ടെ, അവർ എബ്രോഡ് ആണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിത്തിൻ ദ ബൗണ്ടേഴ്സ് ഓഫ് കൺട്രി ആണോ വർക്ക് ചെയ്യുന്നത്, അതൊന്നും മാറ്റർ അല്ല. പക്ഷേ അവർ വരുമാനം എവിടെയാണ്, ലാസ്റ്റ് ആകെ തുക വരുന്നത്, അതിൻ്റെ ഫൈനൽ ഡിപ്പോസിറ്റ് എവിടെയാണ് വരുന്നത്, നമ്മുടെ കൺട്രിയിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫാക്ടർ പോസ്റ്റ് നമുക്ക് എന്ത് വരും എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ വെദർ വിത്തിൻ ഇറ്റ്സ് ബോർഡേഴ്സ് ഓർ എബ്രോഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ആ സ്പെസിഫിക് പീരീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വരെയാണടാ, 1 ഏപ്രിൽ മുതൽ 1 ഏപ്രിൽ മുതൽ എത്ര വരെ, 31 മാർച്ച് വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെയും നമ്മൾ എന്തിലേക്ക് എടുക്കും, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താണ്, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ ഇയർ, വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളൊരു കാര്യമാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മണി വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. ഇന്ത്യ നാഷണൽ ഇൻകം അപ്പോൾ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ, നാഷണൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എന്താണ്, അതിന് വേണ്ടിയായിട്ട് പ്രത്യേകം ഓർഗനൈസേഷൻ തന്നെയുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്ന് തൊട്ട് 1956 മുതൽ എന്തുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതിപ്പോൾ മാറ്റി എന്താക്കിയിട്ടുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന പേരാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിച്ച് ഈസ് ലൊക്കേറ്റഡ് എവിടെയാണ്, ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മുടെ മണി വാല്യൂ ആയിട്ട് നാഷണൽ ഇൻകത്തിലേക്ക് ആഡപ്പ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് എന്താണ്, ടൈപ്സ് ഓഫ് നാഷണൽ ഇൻകവും മറ്റു കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ അറിയുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, ഏതൊരു സാധനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏതൊരു സേവനം ഉണ്ടാവുന്നോ അതിലെന്തുണ്ടായിരിക്കും, ഒരു ഫാക്ടർ കോസ്റ്റും ഉണ്ടായിരിക്കും, ഒരു മാർക്കറ്റ് പ്രൈസും ഉണ്ടാവും. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും അതിന് ഒരു ഫാക്ടർ കോസ്റ്റും കാണും, അതിനൊരു എന്തും കാണും, മാർക്കറ്റ് പ്രൈസും കാണും എന്നുള്ളൊരു കാര്യം. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു 5 രൂപയുടെ പേന ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് പേന ഉണ്ടാക്കിയാൽ പോലും അതിന് ഫാക്ടർ കോസ്റ്റ് മറ്റൊന്നായിരിക്കും, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് വേറൊന്നായിരിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ വരുന്ന ഒരുപാട് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെ നടക്കുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് നടക്കുന്നത്. ഫാക്ടർ കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കും, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും എപ്പോഴും മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു സിമ്പിൾ ടേം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫാക്ടറിയിൽ ആ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത്, ആ ഒരു ഗുഡ്സ് ഉണ്ടാവാൻ ടൈം ആയപ്പോൾ ഉണ്ടായ എല്ലാ റോ മെറ്റീരിയൽസിൻ്റെ ആകെ ചെലവ്
ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺസ്യൂംഡ് ഓർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എ ഗുഡ്സ് ഓർ സർവീസ്. ഒരു സർവീസ് നടത്താൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ച എന്താണ് പ്രൊഡക്ഷൻ കൺസപ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിന്റെ പൈസ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതാണ് എന്ത് വരുന്നത്, ഫാക്ടർ കോസ്റ്റിൽ വരുന്നത്. അവിടെ ഉണ്ടാവുന്നത് എന്താണ്, പ്രൊഡക്ഷൻ സമയത്ത് എന്തൊക്കെ വേണ്ടി വന്നോ, കൺസപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയായോ അതെന്താണ് ഫാക്ടർ കോസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതൊരു മാർക്കറ്റ് പ്രൈസ് ആവുന്നെങ്കിൽ എങ്ങനെ മാറണം, അതിനകത്ത് എന്തും കൂടെ ആഡപ്പായി വരും. ഒരു മാർക്കറ്റ് പ്രൈസിനകത്ത് ടാക്സസ് അല്ലെ, നെറ്റ് വാല്യൂ ടാക്സും കൂടെ ആഡായി വരും. ഓക്കെ, അപ്പൊ ഫാക്ടർ കോസ്റ്റിനകത്ത് എന്തില്ല, ടാക്സിന്റെ കാര്യമില്ല. കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, അത് ഫൈനൽ ഗുഡ്സ് ആയിട്ടില്ല. അത് ഫൈനൽ ഗുഡ്സ് ആയിട്ട് പുറത്തിറങ്ങുന്നതാണ് മാർക്കറ്റ് പ്രൈസിലൂടെ. അത് സോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു മാർക്കറ്റ് പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോഡക്റ്റ് ഈസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ആകുമ്പോൾ അതിന് പ്രത്യേകം ഒരു വില ഇട്ടിട്ട് വരുന്നത്. അതൊരു ഫൈനൽ ഗുഡ്സിന് അതിന് പ്രത്യേക ഒരു വില വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഡിഫറെൻ്റ് ആണ്. മാർക്കറ്റ് പ്രൈസിൽ എന്തിൻ്റെ ഒരു ആഡപ്പും കൂടെ ഉണ്ട്, ടാക്സിൻ്റെ ആഡപ്പ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ദ സബ്സിഡീസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ദ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് പറഞ്ഞ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നോക്കുന്നതെങ്കിൽ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫാക്ടറിയിലുണ്ടായ കോസ്റ്റ് ഉണ്ടല്ലേ, ഫാക്ടർ കോസ്റ്റ്, ഫാക്ടറിയിലുണ്ടായ കോസ്റ്റ് പ്ലസ് പിന്നെ എന്താണ്, ടാക്സിന് വേണ്ടി നമ്മൾ കൊടുത്ത പൈസ അല്ലേ, ഇൻഡയറക്റ്റ് ടാക്സസ് അവിടെ വരുന്നുണ്ട് കുറെ. ഒരു പ്രോഡക്റ്റ് പുറത്തിറങ്ങുന്നെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്, ടാക്സ് ഉണ്ട്. അപ്പോൾ ആ ടാക്സിൻ്റെ പൈസ മൈനസ് എന്താണ്, മൈനസ് എന്തുണ്ട്, സബ്സിഡീസ്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ സബ്സിഡീസ് നമുക്ക് കൂട്ടാൻ പറ്റുമോ, പറ്റത്തില്ല. ഈ സബ്സിഡീസ് ആർക്കാ പോകുന്നത്, അതായത് ഈ ഫാക്ടറിയിൽ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഇത്ര ഒരു സബ്സിഡി, ഒരു അലവൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ ആർക്ക് കൊടുക്കാറുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുക്കാറുണ്ട്. ആ ചെയ്യുന്ന ആൾക്ക് കുറച്ച് പൈസ മാറ്റി വെക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സബ്സിഡി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ കുറച്ചാണ് വരുന്നത്. അത് നമുക്ക് കിട്ടിയ പൈസ അല്ലല്ലോ, അതെല്ലാം കുറച്ചിട്ടാണ് ഫാക്ടർ കോസ്റ്റ്, അതൊക്കെ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്ത് കൂട്ടുന്നതാണ്, ടാക്സ് കൂട്ടുന്നതാണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്താൽ കിടക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയേ ഉള്ളൂ, പക്ഷെ അത് മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തുമ്പോൾ കൂടുന്നത് എന്തുകൊണ്ട്, കാരണം കൂടുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ അകത്ത് പ്രവർത്തിച്ച കുറേ പേർക്കുള്ള വേജസും ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് മാർക്കറ്റ് പ്രൈസ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഫോം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്ത ഫാക്ടറി കോസ്റ്റിൽ ഒരു സാധനം ഉണ്ടാക്കുന്നെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഫാക്ടർ കോസ്റ്റ് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് അത് ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഇതിന് പിന്നിൽ ഒരു ക്യാപിറ്റൽ, ഒരുപാട് മുതൽക്കൂട്ടുകൾ, ആ ഒരു പണം ഇതെന്ത് ചെയ്തിട്ടുണ്ട്, മൂലധനം എന്ന് പറഞ്ഞൊരു സംഭവം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ള പൈസ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഓണ്ടർപ്രണർ ആരാണോ അതിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഇതെല്ലാം ആരാണ് കെട്ടിവെക്കേണ്ടത്, ലാസ്റ്റ് ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ അകത്താണ് അവരെന്ത് ചെയ്യുന്നത്, അത് ആഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പ്രൈസിൽ. അത് നിങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കുറച്ചും കൂടെ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ വരുന്നത്. എന്തൊക്കെയാണത്, ലാൻഡ്, ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലാൻഡ്, ഭൂമി വേണം. ആ ഒരു സാധനം ഇപ്പോൾ ഏതൊരു ഫാക്ടറി ഉണ്ടാകുന്നെങ്കിലും അത് നിലനിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും, ഒരു ലാൻഡ് ഉണ്ടായിരിക്കും. ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, ആൾക്കാർ, ലേബർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവർക്കൊക്കെ മുതലായ കുറേ ക്യാപിറ്റൽ, മൂലധനം ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചിലവായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു മൂലധനം ഉണ്ടായിരിക്കും. പിന്നെ ഇതിനൊക്കെ പുറമെ എന്താണ്, അത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആയിരിക്കും. ആ ആൾക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലേ. ഇത് എല്ലാവർക്കുമുള്ള പൈസയാണ് നമ്മൾ ഏതിൽ കൊടുക്കുന്നത്, മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആരാണോ ആ കമ്പനി നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ്. ഇതെല്ലാം കൂടെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ആ 4 യൂണിറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവർക്കും കൂടെ ഉള്ള പൈസയാണ് മാർക്കറ്റ് പ്രൈസിൽ ആഡപ്പായിട്ട് വരുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക കേട്ടോ. ഓക്കെ.
ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകത്തിന്റെ പല പല ടൈപ്സുകളാണ്. മൊത്തത്തിൽ 4 ടൈപ്പാണ് നമുക്ക് ഉള്ളത് കേട്ടോ. GDP, GNP, NDP, NNP. അത് നമുക്ക് പതിയെ പതിയെ പഠിച്ച് മുന്നോട്ട് പോവാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേറെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട. അതിന്റെ കീ പോയിന്റ്സുകൾ, ആ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഉള്ളിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്കുണ്ട്. GDP ഉണ്ട്, അതുപോലെ NDP ഉണ്ട്. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രോസിന്റെയും നെറ്റിന്റെയും ഡിഫറൻസ് അറിയണം. അത് നമ്മൾ വരുന്ന സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. എന്തായാലും ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം ആകെ തുക, കംപ്ലീറ്റ് ടോട്ടൽ, അതാണ് ഗ്രോസ്. നെറ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒന്നും കൂടെ കുറച്ചിട്ട് വരുന്നതാണ് നെറ്റ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഒന്നും കുറയ്ക്കുന്നില്ല, അവിടെ ഒന്നും കുറയ്ക്കാനോ ഒന്നുമില്ല, ഒന്നും റെഡ്യൂസ് ചെയ്യാനില്ല, എല്ലാത്തിൻ്റെയും കൂടെ ആകെ സം ആണ് ഏത് ഗ്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നെറ്റ് ആകുമ്പോൾ അവിടെ എന്തോ ഒന്ന് കുറയ്ക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ആകെ തുക, അങ്ങനെ തന്നെ ആലോചിക്കുക, ടോട്ടൽ സം എന്നുള്ളൊരു കാര്യം ആലോചിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രോസിലേക്ക് കടക്കാം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസിന്റെ മീനിങ് മനസ്സിലായി, ആകെ തുക. ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന, അല്ലെ, ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബാരിയറിനുള്ളിൽ ഉണ്ടാക്കുന്ന, ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണോ അതിന് നമുക്ക് എന്ത് പറയാം? GDP എന്ന് പറയാം. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ. നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ മണി വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? എല്ലാ ഫൈനൽ ഗുഡ്സും സർവീസസും പുറത്തിറങ്ങുമ്പോൾ ആണ് ആ ഒരു വരുമാനം ഉണ്ടാവുന്നത്. അത്ര തന്നെയാണ് മനസ്സിലായത്. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബോർഡേഴ്സ് ഓഫ് എ കൺട്രി, അല്ലെങ്കിൽ ബൗണ്ടറി ഓഫ് എ കൺട്രി. ബോർഡറിനുള്ളിൽ ഒരു കൺട്രി, ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺട്രി എടുക്കുകയാണെങ്കിൽ അതിന് ഉള്ളിൽ, ഇന്ത്യക്ക് പുറത്താവാൻ പാടില്ല, ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഡൊമസ്റ്റിക്. അതാണ് ഡൊമസ്റ്റിക്കിന്റെ പ്രത്യേകത. അപ്പൊ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ടെറിട്ടറി, നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറിക്ക് ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണോ അതിന് എന്തെന്ന് പറയാം? നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇൻക്ലൂഡ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ ദ കൺട്രി. അപ്പൊ നിങ്ങൾ ഇവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ US ബേസ്ഡ് കമ്പനീസ് ഒരുപാടുണ്ട് അല്ലേ? നമുക്ക് ഇന്ത്യയിൽ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെ US ബേസ്ഡ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലെയ്സ്, ഇന്ത്യൻ ലെയ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെപ്സിക്കോ കമ്പനിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പെപ്സിക്കോ കമ്പനി US ബേസ്ഡ് കമ്പനിയാണ്. അവർ US ബേസ്ഡ് കമ്പനി ആണെങ്കിൽ പോലും ഈ പറയുന്ന ലെയ്സ് പോലെയുള്ള പാക്കറ്റുകളൊക്കെ വിൽക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ഫൈനൽ ഗുഡ്സും പ്രൊഡക്ഷനും സർവീസസും എല്ലാം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യക്കകത്താണ്, ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിലാണ്. ഇന്ത്യയിലാണ് അത് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇന്ത്യയിലാണ് അതിൻ്റെ സെയിൽ നടക്കുന്നത്, അതിൻ്റെ ഫൈനൽ കംപ്ലീറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതും ആർക്കാണ്? ഇന്ത്യക്കാണ്. അപ്പോൾ വിത്തിൻ ദ ബൗണ്ടറിയാണ് ആ കമ്പനി, US ബേസ്ഡ് കമ്പനിയാണ് പെപ്സിക്കോ എന്ന് പറഞ്ഞാൽ പോലും അതെന്താണ്? അതിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? ഇന്ത്യക്കാണോ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് US ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള പെപ്സിക്കോ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ലെയ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹൽദിറാം എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് കമ്പനി ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ചിപ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വരുമാനം ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ ബേസ്ഡ് കമ്പനി ആയിക്കോട്ടെ, അത് ഫോറിൻ ബേസ്ഡ് കമ്പനി ആയിക്കോട്ടെ, അതിൻ്റെ പ്രൊഡക്ഷനും സെയിലും അതിൻ്റെ പ്രോഫിറ്റും എല്ലാം ഇന്ത്യക്കാണോ കിട്ടുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലാവുന്നത്. ഇനിയിപ്പം ഏറ്റവും വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നായകനാണ്, അപ്പം ആക്ടറാണ്, അപ്പം നമ്മുടെ ഇവിടെ ഉള്ള ആളാണ്, ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ റെസിഡൻ്റ് ആണ് മോഹൻലാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മോഹൻലാലിന് ഇവിടെയും ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ പുള്ളിക്കാരൻ എവിടെയോ ഉണ്ട്, നമ്മുടെ ദുബായിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കയിലോ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. പക്ഷേ അതിൻ്റെ ഫൈനൽ ഗുഡ്സ് ഇപ്പം അമേരിക്കയിലുണ്ട്, ഇന്ത്യയിലുള്ള ഫൈനൽ ഗുഡ്സും സർവീസസും ഒക്കെ എവിടെ തന്നെയാണ് നടക്കുന്നത്? ഇന്ത്യയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്? ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഡൊമസ്റ്റിക് ബാരിയറിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മോഹൻലാൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടും പുറത്തു പോയൊരു കമ്പനി തുടങ്ങി അതിൻ്റെ ഫൈനൽ സെയിലും അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റും എല്ലാം യൂസ് ചെയ്യുന്ന എവിടെയാണ്? US അല്ലെങ്കിൽ അബുദാബിയിലോ എവിടെ ആയിക്കോട്ടെ, അവിടെയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അത് നമുക്ക് ഇന്ത്യയിൽ കൂട്ടാൻ പറ്റുമോ? നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡൊമസ്റ്റിക് ബാരിയറിനുള്ളിലാണത് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയാം. പക്ഷെ അത് ഒരിക്കലും എന്ത് വരത്തില്ല? ഫോറിൻ കൺട്രീസിൽ ഇതുപോലെ ബിസിനസ് ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ
ഇതിന്റെ പ്രൊഡക്ഷൻ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യക്കകത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയിൽ പലതും എന്താണ്, ഇന്ത്യയിലാണ് അവരുടെ ബിസിനസ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആകത്തുക എവിടെ തന്നെയാണ് വരുന്നത്? നമ്മുടെ ഇന്ത്യയിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ, അവരുടെ ഇൻകം ഫൈനലി വരുന്ന ഇവിടെ ആണെങ്കിൽ പോലും അവർ വർക്ക് ചെയ്യുന്നത് അവിടത്തേക്കാണ്. അവരുടെ സേവനമൊക്കെ ആർക്കാ കൊടുക്കുന്നവർ? പുറത്തെ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഡൊമസ്റ്റിക് ബാരിയറിനുള്ളിലല്ല അത് വരുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണെങ്കിൽ വിത്തിൻ ദ ബൗണ്ടറി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനായിട്ട് ഓവറോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും GDPയിൽ നമ്മൾ എന്ത് പറയുന്നില്ല, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എബ്രോഡിൽ ആരൊക്കെ ഇനി വർക്ക് ചെയ്യുന്നു? ഇന്ത്യൻ റെസിഡന്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരിനി അവിടെ പോയിരുന്ന് ബിസിനസ് നടത്തിയോ അവിടുത്തെ കോടീശ്വരനാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഫൈനൽ പ്രോഫിറ്റ് നമുക്ക് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് എടുക്കില്ല. ഡൊമസ്റ്റിക് ബാരിയറിലല്ല അതുള്ളത് കൊണ്ട് നമ്മുടെ കാര്യമല്ല അത്. ഓക്കെ, അതങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ പറയാണ് ഇവിടെ നമ്മുടെ അടുത്ത ടേം ആയിട്ടുള്ള ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ എന്തുണ്ടായിരുന്നു? GDPയിൽ ഡൊമസ്റ്റിക് എന്നുള്ളൊരു ടേം ഉള്ളതുകൊണ്ട് അത് ഡൊമസ്റ്റിക്കിലായിരിക്കണം. പക്ഷേ ഇവിടെ GNP എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണലിലുള്ളതാണ്. നാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ ആയിട്ടുള്ള റെസിഡൻസ് ഓണർഷിപ്പ് അല്ലെങ്കിൽ റെസിഡൻഷിപ്പ് ആണ് അവർക്ക് ഉള്ളതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അതിന് പുറത്തു പോയി അവർ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസ ആണെങ്കിൽ പോലും അതിൻ്റെ ടോട്ടൽ വരുമാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. കാരണം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി. നാഷണൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ ആരാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ആ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള ഹൂ എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അവിടെ വേറെ എന്നുള്ളൊരു മീനിങ് ആയിരുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ എവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അപ്പം ഡൊമസ്റ്റിക്കിലുള്ള ആൾക്കാരുടെ മാത്രം ഇൻകം ആണ് എടുക്കുന്നത്. പക്ഷെ നാഷണൽ ആകുമ്പോൾ നാഷണലിൻ്റെ എന്താണ്? ഹൂ എന്നുള്ളൊരു മീനിങ് ആണ് പറഞ്ഞത്. നാഷണൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മോഹൻലാലിന് പുറത്തൊരു കടയുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിൻ്റെ വരുമാനം എവിടെ വരും എന്നുള്ളൊരു കാര്യം ചോദിച്ചു. അത് അവിടുത്തെ വരുമാനമാണെങ്കിൽ പോലും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റാണ്. അതിൻ്റെ ഫൈനൽ ഇൻകം ആർക്കാണ് കിട്ടുന്നത്? അവിടെ കോടീശ്വരനായാലും അതിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഒരാൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? ഇന്ത്യക്കാണ് കിട്ടുന്നത്. അവിടെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആക്ട് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് പ്ലേസസിലും നാഷണൽ എന്ന് പറയുമ്പോൾ നാഷണൽ റെസിഡൻസിൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തും കൂടെ വരും ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ. ഇപ്പോൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരുടെ നെറ്റ് ഫാക്ടർ ഇൻകം അവർ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ അവരുടെ ഫാമിലിക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നാഷണൽ പ്രോഡക്റ്റ് ആണ്, ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും ഇവര്? ഇവിടെ ഉണ്ടായിരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസിന്റെ എന്ത് ചെയ്യും? ആകത്തുക നമുക്ക് കാണാൻ പോകുന്നത് അവര് ഇപ്പം US ബേസ്ഡ് ആയിട്ടുള്ള പെപ്സിക്കോ കമ്പനിയുടെ പ്രോഫിറ്റ് ശരി ഡൊമസ്റ്റിക് ബാരിയറിൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആകെ പ്രോഫിറ്റ് നമുക്കാണോ കിട്ടുന്നത്? അതിൻ്റെ പ്രോഫിറ്റ് ആർക്കാ പോകുന്നത്? US ഒരാൾക്കാണെങ്കിൽ അത് US കിട്ടത്തുള്ളൂ. അയാളുടെ റെസിഡൻഷിപ്പ് അവിടെയാണുള്ളതെങ്കിൽ അയാൾക്ക് അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. അത് ആരുടെ നേഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ പറയുള്ളൂ. ആ ഒരു സിമ്പിൾ സാധനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡൊമസ്റ്റിക് ആകുമ്പം ഈ കൺട്രിയിൽ മാത്രം, നാഷണൽ ആകുമ്പോൾ നാഷണൽ റെസിഡൻസ് എവിടെ ഉള്ളവരാണോ അവർക്കായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് പോകണമെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ആ ഒരു കാര്യം കൃത്യമായി പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ആണ് വരുന്നത് കേട്ടോ. പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ആണ് വരുന്നത് കേട്ടോ. വിത്തിൻ എ സ്പെസിഫിക് ടൈം പീരിയഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗുഡ്സ് ആസ് വെൽ ആസ് ദ നെറ്റ് ഇൻകം. ഇവിടെ അതാണ് വരുന്നത് കേട്ടോ. GNP എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റിൽ GDPക്ക് ആയ പൈസ പ്ലസ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഇൻകം ഫ്രം എബ്രോഡും കൂടെ കൂട്ടുമ്പോൾ അവിടെ എന്തും കൂടെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNP മൈനസ് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം. ഓക്കെ, NFIC നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമ്മൾ എബ്രോഡിന്റെ പൈസ എടുക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നെറ്റ് ഫാക്ടർ ഇൻകം എടുക്കുന്നില്ല. കാണുന്നുണ്ടല്ലോ, നെറ്റ് ഫാക്ടർ ഇൻകം നമ്മൾ എടുക്കില്ല.
ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൃത്യമായി മനസ്സിലാക്കുക. GDP എന്ന് പറയുന്നത് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം നമ്മളവിടെ. അവരവിടെ എബ്രോഡിൽ താമസിക്കുന്ന ആൾക്കാരുടെ വരുമാനവും കൂടെ എടുക്കുന്നുണ്ട്. അത് നമ്മളിവിടെ കുറച്ചിട്ടാണ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ചിലവ് എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഈസ് ആസ് ഫോളോസ്. ഇതാണ് നാഷണൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വലുതായിട്ട് പ്രോബ്ലംസ് ചോദിക്കില്ലെങ്കിലും അഥവാ ചോദിച്ചാലോ എന്നുള്ള ചിലതിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്താണ്? C സ്റ്റാൻഡ്സ് ഫോർ കൺസംപ്ഷൻ. എന്തിനു വേണ്ടിയുള്ളതാണ്? ഉപഭോഗം. നമ്മൾ ചെലവാക്കുന്ന ആ ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു C നമുക്കുണ്ടായിരിക്കും. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഉപഭോഗം പ്ലസ് I സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എത്രയാണോ ചെലവാക്കിയത്, നമ്മൾ നിക്ഷേപിച്ചത് എത്രയാണ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിക്ഷേപം. നമ്മുടെ കിട്ടുന്ന പൈസയിലാണ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ കൺസ്യൂം ചെയ്ത കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്ത പൈസ, പ്ലസ് എന്താണ് G എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഉണ്ടാക്കിയെടുത്ത കുറേ എക്സ്പെൻസുകൾ. പിന്നെ എന്താണ്? എക്സ്പോർട്ട് ആൻഡ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട്. എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് മൈനസ് ചെയ്യുന്നത് ഇവിടെ കൂട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറയ്ക്കണം. അപ്പോൾ അതേ ഇക്വേഷനാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം കൂടെ ആഡപ്പ് ചെയ്ത് വരും. പക്ഷേ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഇവിടെ കൂട്ടുമ്പോൾ അവരെ കുറയ്ക്കുകയാണ്. ഡൊമസ്റ്റിക് ബാരിയറിലുള്ള ഒരു US ബേസ്ഡ് കമ്പനി, നാഷണൽ റെസിഡന്റ് അല്ലാത്ത ആൾക്കാരുടെ എല്ലാ വരുമാനവും കട്ട് ചെയ്യുകയാണെന്നുള്ളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവരെന്തായിരിക്കണം? റെസിഡൻസ് ഓഫ് എ കൺട്രി ആയിരിക്കണം. ഒരു ഇന്ത്യൻ റെസിഡൻഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇന്ത്യൻ നേറ്റീവ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആർക്കായിരിക്കണം? ഇന്ത്യൻ ആൾക്കാർക്കായിരിക്കണം. അങ്ങനെയുള്ളവരുടെ വരുമാനം മാത്രമേ എന്തിലെടുക്കുള്ളൂ? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ എടുക്കുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് ഗ്രോസ് വേഴ്സസ് നെറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഓൾ ടോട്ടൽ എന്നുള്ളൊരു അർത്ഥം. അങ്ങനെയാണെങ്കിൽ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് കുറയ്ക്കുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഗ്രോസ് മൈനസ് ഡിപ്രിസിയേഷൻ. എന്താണ് ഡിപ്രിസിയേഷൻ എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. എക്കണോമിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേം ആണ്. ശരിക്കും പറഞ്ഞാൽ ഇടിവ്, തേയ്മാനം എന്നുള്ളൊരു മീനിങ് ആണ് ഇതിന് വരുന്നത്, ഡിപ്രിസിയേഷന് വരുന്നത്. അപ്പോൾ എന്തായാലും ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് എന്ന് പറയുന്നത്. ഗ്രോസിൽ നിന്ന് എന്തോ ഒന്ന് കുറയ്ക്കുമ്പോൾ, റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സാധനമാണ് നെറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഓൾ ടോട്ടൽ ആണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതൊന്നും ആരും നോക്കുന്നില്ല, ഗ്രോസുകാർ നോക്കുന്നില്ല. പക്ഷെ അതൊക്കെ നോക്കി മൈനസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? നെറ്റ് വരുന്നത് എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ GDPയും അതുപോലെ തന്നെ GNPയും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാലും NDPയും കിട്ടും. GDPയിൽ നിന്ന് N ആവുന്നതേ ഉള്ളൂ. GNPയിൽ നിന്ന് N ആവുന്നതേ ഉള്ളൂ. NNPയും കിട്ടും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നെറ്റ് തുടങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, എന്തോ ഒന്ന് കുറയ്ക്കുന്നതാണ്, ഡിപ്രിസിയേഷൻ കുറച്ചു വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഗ്രോസിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്? ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പം GDPയിൽ നിന്ന് ഡിപ്രിസിയേഷൻ, GDP എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ബാരിയേഴ്സിൽ നിന്നുള്ള ഒരു സാധനത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നാഷണൽ റെസിഡൻസിൻ്റെ പ്രോഡക്റ്റുകൾ ഇൻകം കൂട്ടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? NNP കിട്ടും എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും നെറ്റ് നാഷണൽ പ്രോഡക്റ്റും കിട്ടും ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഡിപ്രിസിയേഷൻ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എക്കണോമിക്സിൽ എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാജുവൽ ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇന്നൊരു പുതിയൊരു ബൈക്ക് എടുത്തു, അതിനി ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വിറ്റാലും അതിൻ്റെ മൂല്യം എന്ത് ചെയ്യും? കുറയല്ല. വാല്യൂവിനുണ്ടാവുന്ന ഒരു ഡിക്ലൈൻ ഉണ്ട്. കാരണം അത് ഒരു ഫസ്റ്റ് ഒരു ഗുഡ് ആയിരുന്ന സമയത്ത്, ഒരു പ്രൈമറി ഗുഡ് ആയിരുന്ന സമയത്ത് അതിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് പ്രോഡക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഈവൻ ഒരു ദിവസം കഴിഞ്ഞാൽ പോലും അതിൻ്റെ പൈസ എന്തായും അതിൻ്റെ വാല്യൂവിന് ഒരു ഇടിവ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അത് ഏതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ
ബൈക്ക് ഇന്ന് മേടിച്ച് അല്ലെങ്കിൽ ഒരു സ്വർണം ഇന്ന് മേടിച്ചിട്ട് നാളെ കൊണ്ട് വിറ്റാലും അതിന് എന്തുണ്ടാവില്ല, ആ ഒരു വാല്യൂ ഉണ്ടാവത്തില്ല. ആ വാല്യൂവിന് ഒരു ഡിക്ലൈൻ സംഭവിച്ചിരിക്കും. അതെന്താണ്? അതിനെയാണ് ഡിപ്രിസിയേഷൻ. കാരണം ഒരു വിയർ ആൻഡ് ടിയർ എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു തേയ്മാനം, അതിനുണ്ടാവുന്ന ഒരു ചെറിയൊരു ഇടിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇസ് ദ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ എക്കണോമിക് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. എപ്പോഴും ക്യാപിറ്റൽ സ്റ്റോക്ക് തന്നെയാണ് അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് വരുന്നത്. ക്യാപിറ്റൽ മൂല്യമുള്ള സാധനങ്ങൾക്കാണ് അങ്ങനെ ഓഫ് എ ഫോം നാഷൻ ഓർ അതർ എൻറ്റിറ്റി എയ്തർ ത്രൂ ഫിസിക്കൽ ഡിപ്രിസിയേഷൻ. ചിലപ്പോൾ ഫിസിക്കലി വിയർ ആൻഡ് ടിയർ സംഭവിച്ചു. ചിലപ്പോൾ നമുക്കറിയാം ഒരു മെഷീൻ എടുത്ത് വെച്ച് ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ആ റോ മെറ്റീരിയലിന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ വർഷം അത് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ ഇരിക്കണമെന്നില്ല. അതിന് ഒരുപാട് മെയിൻ്റെനൻസ് ചാർജ് ആവും. നട്ട് ബോൾട്ടൊക്കെ ചിലപ്പോൾ ലൂസായി കാണും, അത് ടൈറ്റ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻസ് വരും, അല്ലെങ്കിൽ അതിൻ്റെ പവർ അല്ലെങ്കിൽ ബാറ്ററി മാറ്റേണ്ട ആവശ്യം വരും. അങ്ങനെയുള്ള പല പല മെത്തേഡ്സ് ഉപയോഗിച്ച് അതിന് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഡിപ്രിസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒബ്സൊലൻസ്, അല്ലെങ്കിൽ ടൈം ചേഞ്ചസ് കൊണ്ട്. ഒബ്സൊലൻസ് എന്നൊരു ടൈം ലാഗ്, ഇന്ന് വാങ്ങിച്ചിട്ട് നാളെ വിൽക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ആ ടൈമിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കാം. ഇങ്ങനെയുള്ള പല രീതിക്ക് ഡിപ്രിസിയേഷൻ ആക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ ഒരു റിഡക്ഷനാണ്. ആ ഉണ്ടായിരുന്ന യഥാർത്ഥ മണി വാല്യൂവിൽ നിന്ന് അതിനുണ്ടാവുന്ന ഒരു ഡിക്ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് ഫിസിക്കലായിരിക്കാം, അല്ലെങ്കിൽ ടൈം ബൗൺസ് ഉണ്ടായിരിക്കാം, ഡിമാൻഡ് ഓഫ് സർവീസസ്, അതിൻ്റെ സർവീസസിനുണ്ടായ ഡിമാൻഡ് കൊണ്ടായിരിക്കാം, ഓഫ് ദ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ, അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം. ശരിക്കും ഇത്രയും പറഞ്ഞാൽ മതി. ഡിപ്രിസിയേഷൻ ഈസ് ദ മെഷർ ഓഫ് ദ റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് ഫിസിക്കൽ അസറ്റ്സ് ഓഫ് ദ കൺട്രി ഓവർ ദ പീരീഡ്. ഒരു പീരീഡിന് ശേഷം, ആ പറയുന്ന ഒരു സ്പെസിഫിക് ടൈം പീരീഡിന് ശേഷം അതിനുണ്ടായ ചേഞ്ചിൻ്റെ ആ ഒരു റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ഈ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് മെത്തേഡ്സ് ഫോർ മെഷറിങ് നാഷണൽ ഇൻകം. നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ടൈപ്സും ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് മെത്തേഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അപ്പുറം നമ്മൾ ഇനി പഠിക്കേണ്ടത് എന്താണ്, പ്രൈമറി മെത്തേഡ്സ്. ഇതിനൊക്കെ ഓരോ മെത്തേഡ്സ് കാണൂലേ, മെഷറിങ് നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കാണും. ആ മെത്തേഡ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആകെ 3 മെത്തേഡ്സേ ഉള്ളൂ, വേറെ ഒന്നും സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് അല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷൻ മെത്തേഡ്. പ്രൊഡക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ പ്രൊഡക്ഷൻ സമയത്ത് അതിനുണ്ടായ ഓരോ ഐറ്റത്തിൻ്റെയും വില കൂട്ടിക്കൂട്ടി ഓരോ സാധനങ്ങൾക്കും എടുത്തിട്ടുള്ള വാല്യൂ ആഡഡ് മെത്തേഡാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഈ പറയുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്. അതായത് അത് ഔട്ട്പുട്ട് വരുന്നതിന് മുന്നേ അതിൻ്റെ ഫാക്ടറി കോസ്റ്റ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ സ്കെയിലിൽ നടന്ന ഓരോ സാധനങ്ങൾക്കുള്ള വിലയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഈ ശരിക്കും പറഞ്ഞാൽ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡിൽ പറയുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് നാഷണൽ ഇൻകം എന്നുള്ളൊരു കാര്യമാണ്. ഒന്നീ നമുക്ക് പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇൻകം മെത്തേഡ്, എല്ലാവർക്കും ചിലവായിട്ടുള്ള ഇൻകം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അതായത് ചിലവനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആകെ അവർക്ക് പോയിട്ടുള്ള പൈസ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 3 മെത്തേഡ്സ് ആണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിളായിട്ട് വാല്യൂ ആഡഡ് മെത്തേഡ്. ആദ്യം തൊട്ടേ പ്രൊഡക്ഷൻ സമയം തൊട്ടേ എന്തൊക്കെ സാധനമാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ എല്ലാം കൂടെ ഓൾ ടോട്ടൽ കൂട്ടി വരുന്നതാണ് ഏതെന്ന് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തേഡ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻകം, ടോട്ടൽ ഇൻകം. ആ ഒരു സാധനം പുറത്തിറങ്ങിയപ്പോൾ ആർക്കൊക്കെ എത്രത്തോളം എമൗണ്ട് കൊടുത്തു, എത്രയൊക്കെ നമ്മൾ പറഞ്ഞു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞില്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 4 യൂണിറ്റ് ഉണ്ട്. ആ 4 യൂണിറ്റിന് എത്ര ഇൻകം വെച്ച് കൊടുത്തു എന്ന് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് എന്തായി, നമ്മുടെ ടോട്ടൽ നാഷണൽ ഇൻകമായി. അതാണ് സിംപ്ലസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. പിന്നെ എന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, എത്രത്തോളം ചിലവായി നമ്മളൊരു സാധനം പുറത്തിറങ്ങാൻ ഫൈനൽ ഗുഡ് ആയപ്പോൾ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. കാരണം ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് അവിടെ ഒരു സ്ഥാനമില്ല, അതൊരിക്കലും ഒരു ഫൈനൽ ഗുഡ്സിന് നമ്മൾ കൂട്ടേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എടുക്കുമ്പോൾ ആകെ തുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ലാസ്റ്റ് വരുന്ന ഒരു എൻഡ് പോയിന്റിൽ വന്ന ചിലവായ പൈസ അല്ലെങ്കിൽ അതിനു വേണ്ടിയായിട്ട് യൂസ് ചെയ്ത പൈസ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രൊഡക്ഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കാം. പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് ഡ്യൂറിങ് എ ഇയർ ആർ ആഡഡ് ടുഗദർ. ഒന്നുമില്ല, പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ എന്തൊക്കെ സാധനമാണോ അത് ആ ഒരു സാധനം, ഒരു കാർ പുറത്തിറങ്ങാൻ വേണ്ടിയായിട്ട് നിങ്ങൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചോ ആ റോ മെറ്റീരിയൽസിന് വേണ്ടി ചിലവഴിച്ച എല്ലാ പൈസയും കൂടെ ആഡപ്പ് ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് ഡ്യൂറിങ് എ ഇയർ, എപ്പോഴും ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ ഇയർ ആണ്, ആർ ആഡഡ് ടുഗദർ. പ്രൊഡക്ഷൻ ലെവലിൽ ആഡ് ചെയ്യും, പ്രൊഡക്ഷൻ ലെവലിലാണ്
ആഡ് ചെയ്യുന്നത് കേട്ടോ, പ്രൊഡക്ഷൻ ലെവൽ. ദ മോസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഓഫ് അറൈവിംഗ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് എ കൺട്രീസ് national output or income is added to output figures of all firms in the economy to get the total value of nation's output. അത്ര തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീറ്റ് ഉണ്ടാക്കിയല്ലേ, വീറ്റ് ഗോതമ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്തു. അത് പ്രൊഡ്യൂസ് ആവാനുണ്ടായ ചിലവെന്ന് പറയുന്നത് 100 ഓക്കെ, 100. അത് കഴിഞ്ഞ് ഇത് എന്തായി മാറി? ഫ്ലോറായിട്ട് മാറി. ഓക്കെ, അതായത് നമുക്ക് എന്ത് വേണ്ടത്? മാവ് പൊടിയാക്കണം, ഗോതമ്പ് പൊടിയാക്കാൻ വേണ്ടിയായിട്ട് കുറച്ച് ചിലവുണ്ടായി. ഇതിനിടയ്ക്ക് ഓരോരോ സ്റ്റേജസ് ആണല്ലോ, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ എത്രയോ സ്റ്റേജസ് കഴിഞ്ഞാണ് അത് ഫൈനൽ ഗുഡായി മാറുന്നത്. അപ്പോൾ ആ കാര്യം ആലോചിക്കുക. ആദ്യം വീറ്റായിരുന്നു, അപ്പോൾ 100 രൂപയായിരുന്നു, അതിന് ചിലവായ പൈസ എന്ന് പറയുന്നത് 100 രൂപ. പിന്നെ അടുത്ത ഫ്ലോറിന് വേണ്ടി ചിലവായ പൈസ എത്രയാണ്? ഒരു 500 രൂപയാണെന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് അത് ബ്രെഡ് ആക്കാനുണ്ടായപ്പോൾ, ബ്രെഡ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത്, മുട്ടയും അതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചസാരയും എണ്ണയും ഇതെല്ലാം ചേർത്ത് വന്നപ്പോൾ, മൈദ അല്ലെങ്കിൽ വീറ്റൊക്കെ ചേർത്ത് വന്നപ്പോൾ അതിനുണ്ടായ പൈസ എന്ന് പറയുന്നത് എന്താണ്? ഒരു 500 എന്ന് എന്നെ വിചാരിച്ചോ, അതും ഒരു 500 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇത്രയും എമൗണ്ട് ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷനിലുണ്ടായ സമയം. അതായത് വീറ്റിൽ നിന്ന് അത് ബ്രെഡ് ആവാൻ വേണ്ടി ഉണ്ടായപ്പോൾ അതിനുണ്ടായ ഒരു ചിലവാണ്. വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 100 രൂപ, ഫ്ലോർ ഉണ്ടായപ്പോൾ അത് 500 രൂപ, അത് കഴിഞ്ഞ് ബ്രെഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിങ് ടൈമിൽ ഒരു 500 രൂപ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൾ ടോട്ടൽ ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയായി? 500 1000 1100 രൂപയായെന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്നില്ലേ? 1100. പക്ഷെ ഇങ്ങനെയാണോ എടുക്കേണ്ടത്? ഇതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾക്കും ഇടയിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, ഒരു ഡിപ്രിസിയേഷൻ വരുന്നുണ്ട് അല്ലേ. അതായത് 100-ൽ നിന്ന് 500 ആയപ്പോൾ വീണ്ടും നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശരിക്കും 400 ആവുന്നുള്ളൂ അല്ലേ. ആ ഒരു പൈസ ആഡപ്പ് ചെയ്താണ് വരുന്നത്, വാല്യൂ ആഡപ്പ്. അവിടെ എന്താണോ കുറയ്ക്കാനുള്ളത് അത് കുറച്ച് പോകണം. നമുക്ക് ചിലതെന്താണ് നമ്മൾ അഡീഷണൽ അല്ലെങ്കിൽ എന്തായി പോവും? ഡബിൾ ആയിപ്പോവും. നമ്മൾ എടുക്കുന്ന വാല്യൂ വീണ്ടും കൂടിയേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? കുറച്ചിട്ടാണ് വരുന്നത്, ആ സബ്സിഡി കുറച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം വീണ്ടും 500-ൽ നിന്ന് ഇത് പോവുകയാണെങ്കിൽ, ഓക്കെ, ഇത് 500-ൽ നിന്ന് വീണ്ടും പോവുകയാണെങ്കിൽ എത്ര വരും? ഈ 500-ൽ നിന്ന് 500 അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്ര എടുക്കണം? 1000 എടുക്കണം അല്ലേ. 1000-ൽ നിന്ന് 500 പോകുമ്പോൾ വീണ്ടും ഇത് എത്ര വരും? ഇവിടെ ഉണ്ടായ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആണ്. ഇത് 500 എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, 0 ആയി പോകത്തില്ല. അതുകൊണ്ട് 1000 ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ വന്ന പൈസ എന്ന് പറയുന്നത് 1000 ആണ്. 1000-ൽ നിന്ന് 500 കുറയ്ക്കുമ്പോൾ എത്ര വരും? വീണ്ടും 500 എന്നുള്ളൊരു രീതിയാണ് പറഞ്ഞത്. അങ്ങനെ ഓൾ ടോട്ടൽ ഇപ്പോൾ എത്രയായുള്ളൂ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1500 ആയ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ എത്രയേ വരുള്ളൂ? അതിൻ്റെ റിഡക്ഷനൊക്കെ അതിൻ്റെ കുറവ്, ഡബിളിങ് ചേഞ്ച് കുറവ് വരുമ്പോൾ തന്നെ 500 400 100 കൂടെ എത്ര ആവണുള്ളൂ? 1000 ആവണുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. പക്ഷെ ആ ഡയറക്റ്റ് മെത്തേഡിൽ ചില റിഡക്ഷൻ നമ്മൾ ചെയ്ത് പോകാനായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യമല്ലേ. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്തു പോകും? എല്ലായിടത്തും ഒരു പടി കൂടി വരും, മാർക്കറ്റ് പ്രൈസ് അങ്ങനെ കൂടും. പക്ഷേ ഇവിടെ എന്തുണ്ട്? കൃത്യമായ രീതിയിൽ ആ റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത്, അതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ വാല്യൂ ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ വന്ന ആ ഒരു എറർ മിസ്റ്റേക്ക് നമ്മൾ വരുത്താതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഡപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ വാല്യൂ അനുസരിച്ച് കൂട്ടി വരുന്നതാണ്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്. ഏതാണ്? ഇൻകം മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ ഇൻകം ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ സൈഡ്. നമ്മൾ പറഞ്ഞു ഒരു സാധനം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് 4 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ആ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാഷണൽ ഇൻകം നോക്കാൻ വേറെ പാടൊന്നുമില്ല. ആകെ ആ 4 യൂണിറ്റുകാർക്കേ നമുക്ക് പൈസ കൊടുക്കാവുള്ളൂ. ആ 4 പേരുടെയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം ആയി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഇൻകം ഫ്രം ദ ഡിസ്ട്രിബ്യൂഷൻ സൈഡ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ആർക്കൊക്കെയാണോ പൈസ കൊടുക്കേണ്ടത് അവരുടെ പൈസ അങ്ങ് കൊടുത്തു തീർക്കുക. ഇൻകം ഈസ് മെഷർഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് അപ്പിയേഴ്സ് ആസ് ദ ഇൻകം പെയ്ഡ് ഓർ റിസീവ്ഡ് ബൈ ദ പീപ്പിൾ ഇൻ ദാറ്റ് കൺട്രി. ആ കൺട്രിയിലുള്ള പീപ്പിളിന് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻകം പെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് കാൽക്കുലേറ്റ്സ് GDP ആസ് എ സം ഓഫ് ഫാക്ടർ ഇൻകം. ശരിക്കും പറഞ്ഞാൽ ഇൻകത്തിൻ്റെ ടോട്ടൽ ഇൻകം ആണ് നോക്കുന്നത്. ആരുടെയൊക്കെ? ഈ 4 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇൻകം ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഫസ്റ്റ് എന്താണ്? ലാൻഡിന് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? ലാൻഡിന്, ഏതൊരു ലാൻഡ് എടുത്താലും ലാൻഡിന് എന്തുണ്ട്? നമുക്കൊരു റെൻ്റ് ഉണ്ട്. അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പൈസയാണ്, ഇൻകമാണ്. ലാൻഡിന് കൊടുക്കുന്ന എന്താണ്? റെൻ്റാണ്. അത് അവിടുത്തെ ഇൻകമാണ്. ലാൻഡിന് കൊടുത്ത ഇൻകമാണ് റെൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ലേബർ, തൊഴിൽ.
ശരിക്കും പറഞ്ഞാൽ റെന്റ് എന്ന് പറഞ്ഞാൽ കരം എന്നുള്ളവരൊക്കെ മീനിങ് വരും. ഭൂമിക്ക് വേണ്ടിയായിട്ട് കൊടുത്ത ആ ഒരു റെന്റിനെയാണ് നമ്മൾ പറയുന്നത്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ തൊഴിലിന് കൊടുത്ത എന്താണ്? തൊഴിലാളിക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? വേജസ് ആണ് അല്ലേ? വേജ്, ശമ്പളം എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ പറയുന്നത്, വേജ്. അത് കഴിഞ്ഞ് വരുന്നത് ആരാണ്? ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധനമാണ് അല്ലേ? മൂലധനം. അപ്പൊ അങ്ങനെ ഒരു ടോട്ടൽ മണി വാല്യൂവിന് എന്ത് കൊടുക്കണം? നമ്മൾ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ലാൻഡിന് റെന്റ് പേ ചെയ്യണമെങ്കിൽ, ലേബറിന് വേജ് പേ ചെയ്യണമെങ്കിൽ ക്യാപിറ്റലിന് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിന് പുറമെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ 4ാമത്തെ യൂണിറ്റ്, ഓർഗനൈസേഷനെ ആരാണോ ഇത് തുടങ്ങി വെച്ചത്? ആ സംഘടന അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ സംഘാടകൻ, ഓണ്ടർപ്രണർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓണ്ടർപ്രണർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് എന്ത് ഉണ്ട്? ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടൂലേ? അത് അവരുടെ ഒരു ഇൻകം അല്ലേ? ഈ 4 സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകത്തിലേക്ക് ആഡപ്പ് ചെയ്ത് വരുന്നത്. ലാൻഡിന് കൊടുത്ത റെന്റും, നമ്മുടെ ക്യാപിറ്റലിന് കൊടുത്ത പ്രോഫിറ്റും, ക്യാപിറ്റലിന് കൊടുത്ത ഇൻട്രസ്റ്റും, ലേബറിന് കൊടുത്ത വേജും, ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഓണ്ടർപ്രണറിന് കൊടുത്ത പ്രോഫിറ്റും. ഇത്രയും 4 സാധനങ്ങളോ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രി. ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇതല്ലാണ്ട് വേറെ എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്? വേറെ ഒന്നിനും കൊടുക്കുന്നില്ല. ഈ ഒരു സാധനങ്ങൾക്ക്, ഈ 4 ഫാക്ടർ ഓഫ് യൂണിറ്റിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൊടുക്കുന്നത്. അതാണ് ടോട്ടൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു വരുമ്പോഴാണ് ടോട്ടൽ നാഷണൽ ഇൻകം നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. 4 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അത് കൊടുക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത് എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്പെൻഡിങ് ഓൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി, എക്സ്പെൻഡിച്ചർ നോക്കി, എത്രത്തോളം എക്സ്പെൻഡ് ആവുന്നു, എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഈ GDP കാൽക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെൻഡ് ചെയ്ത ടോട്ടൽ മണിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പീപ്പിൾ സ്പെൻഡ് ദർ ഇൻകം ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഓർ കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ എന്തിനൊക്കെയാണ് പൈസ ചെലവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കൺസപ്ഷന്, നമ്മൾ ഉപഭോക്താവാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിക്കുന്നത്, ഒന്ന് കൺസപ്ഷനാണ്. ഓക്കെ, ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് വാങ്ങിക്കുന്നത്. അതുപോലെ നമ്മൾ എന്താണ് പിന്നെ പറയാനുള്ളത്? അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപിക്കുന്നത്. നമ്മൾ എന്തിനെങ്കിലും ഒന്ന് നമുക്കൊരു പൈസ കയ്യിൽ കിട്ടി. ആ കയ്യിൽ കിട്ടിയ പൈസ ഒന്നി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടിയായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, കൺസ്യൂം ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നു, കൺസപ്ഷന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ നാളത്തേക്ക് വേണ്ടി കരുതുന്ന അല്ലെങ്കിൽ എന്തിനെങ്കിലും കരുതുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കരുതിക്കോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻസസ് ഉണ്ട്. ടാക്സ് പോലെയുള്ള മറ്റ് ഇതുണ്ട് നമുക്കല്ലേ, മറ്റ് ചിലവുകളുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ട കുറച്ച് എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്നെന്താണ്? ഹൗസ് ഹോൾഡിന് അല്ലെങ്കിൽ എന്താണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻസിന് നമ്മൾ അല്ലെങ്കിൽ ബിസിനസ് എന്റർപ്രൈസസിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസകളാണ്. ചിലവാക്കുക എന്ന് പറയുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്തിനായിരിക്കും? നമ്മൾ ഒന്നി കൺസ്യൂം ചെയ്യാൻ, ഉപഭോഗത്തിനായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യാൻ, നിക്ഷേപത്തിനായിരിക്കും. എന്തെങ്കിലും നമ്മൾ ഈ ലോണൊക്കെ പോലെയുള്ള സംഭവങ്ങൾക്ക് നിക്ഷേപിക്കാറില്ലേ നമ്മൾ പൈസ, അതിനായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്? ഗവൺമെന്റിന് വരുന്ന എന്തെങ്കിലും കരമോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കെട്ടിവെക്കേണ്ട കുറേ പൈസകളുണ്ട് അല്ലേ, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഈ 3 ബേസിൽ മാത്രമേ നമുക്ക് എക്സ്പെൻഡിച്ചർ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നാഷണൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നീ അത് എക്സ്പെൻഡിച്ചർ മതി, ചിലവനുസരിച്ച് നമുക്ക് ഇൻകം കൂട്ടി നോക്കാം, അല്ലെങ്കിൽ എന്താണ്? ഇൻകം നമുക്ക് എന്താ? നാഷണൽ ഇൻകം കൂട്ടി നോക്കാം. പിന്നെ ഇൻകം, ഓരോ ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത ഇൻകം അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് അവിടെ എടുക്കാം. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രൊഡക്ഷൻ സമയം തൊട്ടേ അത് ഫൈനൽ ഗുഡ് ആവുന്നവരെയുള്ള അതിൻ്റെ ചിലവുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഓൾ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ 3 മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 4 ടൈപ്സ് ഓഫ് നാഷണൽ ഇൻകം ഉണ്ട്: GDP, GNP, NDP, NNP. അത് മനസ്സിലാക്കിക്കൊള്ളുക. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? 3 ടൈപ്സ് ഓഫ് മെത്തേഡാണ് ഉള്ളത്. അതാണ് ഒന്നെന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, അതുപോലെ
വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ CGL വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഇനിയും കുറച്ച് മാസങ്ങൾ, മാർച്ച് ആയിട്ടുണ്ട്, ടൈം ഒരുപാട് ഒത്തിരി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ SSCയുടെ എക്സാംസുകൾ കൃത്യസമയത്ത് വരും. നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസോടെ കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SSC CGLന്റെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ദിശ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ക്ലാസ്സസ് ഒരുപാട് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് കൃത്യമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസും നമുക്കുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ നമ്പറിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.